we will start today's class. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ മെട്രിക്സ് മെത്തേഡ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെട്രിക്സ് മെത്തേഡ്സ് ഇൻ പാരാക്സിയൽ ഓപ്റ്റിക്സ്. ഓക്കെ, ഇപ്പോൾ LMS സ്ലൈഡ് ഉണ്ട്. അപ്പോൾ സ്ലൈഡ് ഒപ്പം വെച്ച് നോക്കുക. അത് ലെക്ചർ 6 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് LMS സ്ലൈഡ്. സോ ബാക്ക്ഗ്രൗണ്ടിൽ LMS സ്ലൈഡ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റേനെ ട്രേസ് ചെയ്യാം. Okay. How we can trace a ray using matrix methods. Okay. അപ്പോൾ നമ്മളതിനാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു റേനെ നമ്മൾ we can represent with two coordinates. One is the distance from the z axis, that is symmetry axis of the cylindrical system, optical system. നമ്മുടെ ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ഒക്കെ ഒരുവിധമെല്ലാം സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള അസംഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടെലസ്കോപ്പ് എടുക്കുകയാണെങ്കിലും മൈക്രോസ്കോപ്പ് എടുക്കുകയാണെങ്കിലും ഇറ്റ്സ് എ സിലിണ്ട്രിക്കൽ സിമെട്രിക് സിസ്റ്റം. ഓക്കെ, ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും ലെൻസ്. ഓക്കെ, അപ്പോൾ ആ റേനെ നമ്മൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് വാട്ട് വി ഡു. ഒരു റേക്ക് എന്ത് സംഭവിക്കും, ഇത്ര ഡിസ്റ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, അതിൻ്റെ സെഡ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എത്ര മാറും, ദെൻ അതിൻ്റെ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സെഡ് ആക്സിസ് മാറുമോ, ട്രാൻസ്ലേഷൻ ആണെങ്കിൽ മാറില്ല, റിഫ്രാക്ഷൻ ആണെങ്കിൽ മാത്രമേ മാറുള്ളൂ. സോ ദീസ് തിങ്സ് അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അതുപോലെ റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ റിഫ്രാക്ഷനായിട്ട് ഒരു മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ അറ്റ് ദ ബൗണ്ടറി, ഓക്കെ, ശരി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ റിഫ്രാക്ഷൻ മെട്രിക്സും കൺസ്ട്രക്ട് ചെയ്തു. സോ ബേസിക്കലി ഇതെല്ലാം ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ആണെങ്കിലും റിഫ്രാക്ഷൻ ആണെങ്കിലും ഒരു ഇനീഷ്യൽ പൊസിഷൻ, ഒരു റേ പൊസിഷനിൽ അതിൻ്റെ കോർഡിനേറ്റ്സിനെ അതിൻ്റെ ഫൈനൽ റേ പൊസിഷനിലുള്ള കോർഡിനേറ്റ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. ആ കൺവേർഷൻ മെട്രിക്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ട്രാൻസ്ലേഷൻ മെട്രിക്സിൻ്റെ എക്സ്പ്രഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് 10 d/n 1, where d is the distance. ശ്രദ്ധിക്കണം, ഡയറക്റ്റ് ഡിസ്റ്റൻസ് അല്ല, ആ ആക്സിസിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, n is the refractive index of the medium. ഏത് മീഡിയത്തിലൂടെയാണോ പാസ് ചെയ്യുന്നത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ദെൻ ഇപ്പോൾ യൂഷ്വൽ കേസിൽ എയറിലാണെന്നുണ്ടെങ്കിൽ n will be 1. ഓക്കെ, സോ ദ ട്രാൻസ്ലേഷൻ മെട്രിക്സ് വിൽ ബി 10 d 1 ആയിട്ട് മാറും. ഓക്കെ, ദെൻ റിഫ്രാക്ഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സർഫസിൻ്റെ കേസാണ് ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത്. ഒരു കോൺകേവോ കോൺവെക്സോ എന്ത് സർഫസ് വേണമെങ്കിൽ ആവാം. ഓക്കെ, സോ റിഫ്രാക്ഷൻ മെട്രിക്സ് അതുപോലെ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് 1 - p 0 1. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റിൽ തന്നെയാണ്, ജസ്റ്റ് ബിഫോർ റിഫ്രാക്ഷൻ, ജസ്റ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. സോ ദാറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദ സെഡ് ആക്സിസ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അത് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഓൺലി ദ ഡയറക്ഷൻ ടുവേർഡ്സ് ദ അല്ലെങ്കിൽ സെഡ് ആക്സിസിലേക്കുള്ള ഇൻക്ലിനേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, സോ ആ റിഫ്രാക്ഷൻ മെട്രിക്സ് ഈസ് 1 - p 0 1, where p is the power of refracting surface. Okay, p നമ്മൾ വിളിക്കും പവർ ഓഫ് റിഫ്രാക്റ്റിംഗ് സർഫസ്. ഒരു ലെൻസിന്റെ പവർ നമ്മൾ പറയാറുണ്ട്, ആൾമോസ്റ്റ് സിമിലർ. ഓക്കെ, ഒരു സർഫസ് ലെൻസിനാണെന്നുണ്ടെങ്കിൽ 2 സർഫസ് ഉണ്ട്. ഇവിടെയാണ് ഞാൻ ഒരു സർഫസിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. Okay, where p is given by n2 minus n1 by r. Refractive index of the second medium minus refractive index of the first medium divided by r എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, 2 r തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സോറി, ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതണമായിരുന്നു, ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നില്ല. മറ്റേത് r എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, ഇവിടെ ഞാൻ ശരിക്കും വേറെ സിമ്പിൾ കൊടുക്കണമായിരുന്നു. ഓക്കെ, മേ ബി സ്മോൾ r എന്നോ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സ്മോൾ r ആണ് കൊടുക്കേണ്ടത്. ബിക്കോസ് ആ റിഫ്രാക്ഷൻ മെട്രിക്സും ആ റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, എനിവേ ഓക്കെ, വന്നിട്ടില്ലല്ലോ. വേറെ പഴയ ലിങ്കിലാണോ പോയത്? എനിക്ക് കിട്ടിയിട്ടില്ല. ആ ലിങ്കിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് വരാൻ പറയും. ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞാൽ മതി. അപ്പോൾ പവർ ഓഫ് റിഫ്രാക്റ്റിംഗ് സർഫസ്. അപ്പോൾ 2 തരത്തിലുള്ള മെട്രിക്സ് നമ്മൾ പറഞ്ഞു, ട്രാൻസ്ലേഷൻ മെട്രിക്സും റിഫ്രാക്ഷൻ മെട്രിക്സും. നൗ
അടുത്ത സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടെലസ്കോപ്പ്. ഇപ്പം നമ്മുടെ ലാബിൽ നമ്മൾ ടെലസ്കോപ്പ് കാണാറുണ്ട്. സോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ട്യൂബ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു എൻഡിൽ ഒരു ലെൻസ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ പറയും ഒബ്ജക്റ്റീവ്. മറ്റേ എൻഡിൽ നമ്മൾ നോക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ലെൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് ഐ പീസ്. ഓക്കെ, അപ്പോൾ സൗബർണി ഇങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ 2 ലെൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഒരു ലൈറ്റ് റേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലൈറ്റ് റേ ആദ്യം ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെൻസിന്റെ ഫസ്റ്റ് സർഫസിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗെറ്റ് റിഫ്രാക്റ്റഡ്. ഓക്കെ, സോ ഫസ്റ്റ് സർഫസിൽ വന്ന് റിഫ്രാക്ട് ചെയ്യും. ദെൻ ആ ലെൻസിന്റെ ഉള്ളിലൂടെ, അവിടെ മീഡിയം മാറി, ലെൻസിന്റെ ഉള്ളിലൂടെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അതിന് ട്രാവൽ ചെയ്യണം. ഓക്കെ, അതിന് ട്രാവൽ ചെയ്തിട്ട് അത് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ എത്തും. ആ ഫസ്റ്റ് ലെൻസിന്റെ തന്നെ രണ്ടാമത്തെ സർഫസിൽ, ബാക്ക് സൈഡ് സർഫസിൽ എത്തും. അവിടെ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഇറ്റ് വിൽ ഹാപ്പൻ അനദർ റിഫ്രാക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ ഒരു റിഫ്രാക്ഷൻ നടന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അത് ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് രണ്ടാമത്തെ ലെൻസിന്റെ ഫസ്റ്റ് സർഫസിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും ഒരു റിഫ്രാക്ഷൻ. എഗെയിൻ ആ ലെൻസിന്റെ ഉള്ളിലൂടെ ദർ ഇസ് എ സ്മോൾ ട്രാൻസ്ലേഷൻ. എഗെയിൻ ആഫ്റ്റർ ദാറ്റ് അതിന്റെ സെക്കൻഡ് സർഫസിൽ എത്തുമ്പോൾ വേറെ റിഫ്രാക്ഷൻ കൂടി. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം ഈ ടോട്ടൽ ഒപ്റ്റിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ലെൻസ് മുതൽ സെക്കൻഡ് ലെൻസിന്റെ രണ്ടാമത്തെ സർഫസ് വരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ മൊത്തം 4 റിഫ്രാക്ഷനും 3 ട്രാൻസ്ലേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓരോന്നിനും ഓരോ മെട്രിക്സ് ഞാൻ പറഞ്ഞു. ട്രാൻസ്ലേഷൻ മെട്രിക്സിന് ഒന്ന് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, റിഫ്രാക്ഷൻ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേയുടെ പുതിയ കോർഡിനേറ്റ്സ് നമുക്ക് ഇത് വെച്ചിട്ട് ഈ റിഫ്രാക്ഷൻ മെട്രിക്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ റേയുടെ ജസ്റ്റ് ബിഫോർ ദ ഇൻസിഡൻസ്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നിന്ന് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പൊസിഷൻ അറിയാമെങ്കിൽ എനിക്ക് ലാസ്റ്റ് അത് ഈ രണ്ടാമത്തെ ലെൻസിന്റെ പുറത്ത് എമർജ് ചെയ്യുമ്പോഴുള്ള പൊസിഷൻ, അല്ലെങ്കിൽ അതിന് നമുക്ക് ആ റേനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ മതി. ഈ ഓപ്പറേഷൻസ്, ഈ മെട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ കൂടി കമ്പൈൻ ചെയ്താൽ മതി. ഓക്കെ, സോ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു സിംഗിൾ മെട്രിക്സ് ഉണ്ടാക്കാം. അതിനെ ഞാൻ വിളിക്കും സിസ്റ്റം മെട്രിക്സ്. സോ ഇഫ് ഐ ഹാവ് എ സിസ്റ്റം ഓഫ് ലെൻസസ് ഓർ ഒപ്റ്റിക്കൽ എലമെന്റ്സ്, ഓക്കെ, അപ്പോൾ അതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ഒരൊറ്റ ഓപ്പറേഷൻ, ഒരൊറ്റ മെട്രിക്സ് ആക്കി മാറ്റാൻ കഴിയും. സോ എനിക്ക് ഒരു ഇനീഷ്യൽ കോർഡിനേറ്റും ഇനീഷ്യൽ റേ കോർഡിനേറ്റ്സും ഫൈനൽ റേ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ എനിക്ക് ഒരു സിംഗിൾ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ യൂസ് ഓഫ് സിസ്റ്റം മെട്രിക്സ്. ഓക്കെ, ഇനി ആ സ്ലൈഡിൽ തന്നെ രണ്ടാമത്തെ ഇമേജ് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ഇമേജ് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഐ വിൽ സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ സിസ്റ്റം. ഞാൻ ഈ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തിലേക്കൊന്നും പോകുന്നില്ല, 2 ലെൻസ് സിസ്റ്റത്തിലേക്കൊന്നും പോകുന്നില്ല. എ സിംഗിൾ കോൺവെക്സ് ലെൻസ്, ഡബിൾ കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 സർഫസ് ഉണ്ടായിരിക്കും. 2 സർഫസും എന്താ പറയുക, കർവ്ഡ് ആണ്. അതിന് നമ്മൾ വിളിക്കും ഡബിൾ കോൺവെക്സ് ലെൻസ്. ഓക്കെ, പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്. പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് പ്ലെയിൻ ആയിരിക്കും, ഒരു സൈഡ് കർവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ലെൻസ്, നമ്മൾ ലാബിലെല്ലാം യൂസ് ചെയ്യുന്ന നോർമൽ ലെൻസ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ഫിഗർ നോക്കിയാൽ കാണാം, ആ ലെൻസിന്റെ തിക്നെസ് ഞാൻ ക്യാപിറ്റൽ D ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു റേ വരുന്നുണ്ട്. ഒരു റേ വന്നിട്ട് ആ ലെൻസിന്റെ ഫസ്റ്റ് സർഫസിൽ A എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസിഡന്റ് ചെയ്യുന്നു. ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗെറ്റ് റിഫ്രാക്റ്റഡ് ആൻഡ് ഇറ്റ് ട്രാവൽസ് ടുവേർഡ്സ് ദ പോയിന്റ് B. രണ്ടാമത്തെ സർഫസിലുള്ള ലെൻസിന്റെ ബാക്ക് സൈഡ് സർഫസിലുള്ള B എന്ന് പറയുന്ന പോയിന്റ് വരെ ട്രാവൽ ചെയ്യും. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് എഗെയിൻ ഇറ്റ് വിൽ ഗെറ്റ് റിഫ്രാക്റ്റഡ്, കാരണം എഗെയിൻ മീഡിയം മാറുന്നുണ്ട്, ആൻഡ് റിഫ്രാക്റ്റഡ് ആൻഡ് ഇറ്റ് ട്രാവൽസ്. സോ നൗ ഈ ലെൻസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെൻസിന്റെ ഉള്ളിൽ ആ ലൈറ്റ് റേ 2 റിഫ്രാക്ഷനും ഒരു ട്രാൻസ്ലേഷനും നടക്കുന്നുണ്ട് അവിടെ. ഓക്കെ, സോ ഫസ്റ്റ് റിഫ്രാക്ഷൻ അറ്റ് ദ ഫസ്റ്റ് സർഫസ്, ദാറ്റ് ഇസ് പോയിന്റ് A. The second refraction is at the point B, and there is a translation from A to B inside the lens. Okay, അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന് 2 സർഫസ് ഉണ്ട്, R1 R2, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. 2 സർഫസസ് R1 and R2. ഓക്കെ, സോ
I am going to construct a system matrix. Okay, next slide. Next slide നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതിനെ ഈ ആദ്യം നമ്മൾ കോർഡിനേറ്റ്സ് ഒക്കെ സ്പെസിഫൈ ചെയ്യണം. കോർഡിനേറ്റ്സ് സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. സോ പോയിന്റ് എയിൽ, പോയിന്റ് എ എന്ന് പറയുന്ന അവിടെയാണ് നമുക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഫസ്റ്റ് റിഫ്രാക്ഷൻ ഫസ്റ്റ് സർഫസിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ബിഫോർ റിഫ്രാക്ഷന് തൊട്ട് മുന്നേ ഉള്ള കോർഡിനേറ്റ്സ് λ1 x1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദാറ്റ് ഈസ് λ1' x1'. അതിന് ഞാൻ അങ്ങനെ റെപ്രസെന്റ് ചെയ്തു. സോ ബേസിക്കലി അതിൽ എക്സ് മാറാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് x1 = x1' തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ വെറുതെ ഒരു നൊട്ടേഷൻ എടുത്തു. ഓക്കെ, അത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് എന്ന് മുതൽ ബി വരെ അത് ട്രാവൽ ചെയ്യും. ദെൻ ബിയിൽ എത്തുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. സോ ആ റേനെ ഞാൻ ബിക്ക് തൊട്ട് മുന്നേ, അതായത് ജസ്റ്റ് ബിഫോർ റിഫ്രാക്ഷൻ ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ λ2' x2' എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ദെൻ ജസ്റ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെ λ2 x2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ഐ വാണ്ട് ടു ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു. ഏതാ? λ1 x1 ഉം λ2 x2 തമ്മിലുള്ള റിലേഷൻ എനിക്ക് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് മൈ എയിം. ഓക്കെ, സോ ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ റിഫ്രാക്ഷൻ മെട്രിക്സ് ഉണ്ട്. റിഫ്രാക്ഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് 1 - p 0 1. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുള്ള അറ്റ് ദ പോയിന്റ് എയിൽ ഫസ്റ്റ് റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ സംഭവിച്ച പുതിയ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം യൂസിങ് ദിസ് ഇക്വേഷൻ. സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. λ1' x1' ഈക്വൽ ടു 1 0 - p1 1 λ1 x1. Okay, where p1 is the power of the first refracting surface. Okay, p1 എന്ന് പറയുന്നത് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ പവർ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പവർ ഈക്വൽ ടു n2 - n1/r റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, n2 എന്ന് പറയുന്നത് ഇപ്പോൾ ലെൻസിന്റെ കേസിൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് n1 എന്ന് പറയുന്നത് ഫസ്റ്റ് എയർ ആണെന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 ആയിരിക്കും. ഓക്കെ, സോ n2 ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ കർവേച്ചർ ഓഫ് ഫസ്റ്റ് സർഫസ്. r1 ആണ് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ വെച്ചാൽ r1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ ജസ്റ്റ് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള റേ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് കിട്ടി. Now what will happen? Now it has to travel from A to B through glass, അല്ലെങ്കിൽ a medium. Okay, so go to the next slide. Okay, അപ്പോൾ A മുതൽ B വരെ ട്രാൻസ്ലേഷൻ സംഭവിക്കുകയാണ് ത്രൂ എ ഡിസ്റ്റൻസ് d, because d is the thickness of the lens. Okay, ഇവിടെ പാരാക്സിയൽ ഒപ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ റേ എന്ന് പറയുന്നത് ലെൻസിന്റെ എൻഡിലേക്കൊന്നും പോകില്ല. ആൾമോസ്റ്റ് അറ്റ് ദ സെന്ററിൽ തന്നെ ആയിരിക്കും. സോ ഡിസ്റ്റൻസ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. തിക്നെസ് തന്നെ ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, ഞാൻ ആ ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ നമ്മൾ അപ്രോക്സിമേഷൻ, പാരാക്സിയൽ അപ്രോക്സിമേഷൻ എത്തുമ്പോൾ ബോത്ത് വിൽ ബി സെയിം. ഓക്കെ, നൗ ഓക്കെ, സോ ബിയിൽ ജസ്റ്റ് ബിഫോർ റിഫ്രാക്ഷൻ λ2' x2' നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഈ λ1' x1' ഒരു ട്രാൻസ്ലേഷൻ നടത്തിയാൽ മതി ത്രൂ എ ഡിസ്റ്റൻസ് d. അപ്പോൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമ്മുടെ അടുത്തുണ്ട്. അഗെയിൻ ഐ അപ്ലൈ ദാറ്റ്. സോ പുതിയ കോർഡിനേറ്റ്സ് കിട്ടി. ദാറ്റ് ഈസ് λ2' x2' ഈക്വൽ ടു 1 0 d/n 1 ഇൻറ്റു λ1' x1'. ഓക്കെ, അപ്പോൾ ബിയിലുള്ള ഏത് കോർഡിനേറ്റ് കിട്ടി? ജസ്റ്റ് ബിഫോർ റിഫ്രാക്ഷൻ കോർഡിനേറ്റ് കിട്ടി. ഓക്കെ, ഇനി ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ അഗെയിൻ റിഫ്രാക്ഷൻ സംഭവിക്കും. സോ യു ക്യാൻ അപ്ലൈ അനദർ റിഫ്രാക്ഷൻ മെട്രിക്സ്. ഇപ്പോൾ പുതിയ കോർഡിനേറ്റ് കിട്ടാനായിട്ട് അടുത്ത റിഫ്രാക്ഷൻ മെട്രിക്സ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, റിഫ്രാക്ഷൻ മെട്രിക്സ് പറഞ്ഞാൽ 1 - p 0 1 ആണ്. പക്ഷെ പി എന്ന് പറയുന്നത് പവർ ഓഫ് ദ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളവിടെ p2 എന്ന് എടുക്കണം. p2 ഇസ് ബേസിക്കലി ഫോർമുല റിമെമ്പർ ചെയ്യുകയാണെങ്കിൽ n2 - n1/r എന്നാണ്. സോ n2 എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ n2 പുറമെ ലെൻസിന്റെ പുറത്ത് എയർ ആണെന്നുണ്ടെങ്കിൽ n2 വിൽ ബി 1, n1 വിൽ ബി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. സോ 1 - n ഡിവൈഡഡ് ബൈ r2 വരും. സെക്കൻഡ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ വരും. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. p1 ഉം p2 തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി അത് എന്താ പറയുക, കർവേച്ചർ സെയിം ആണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ സെയിം ആയിട്ട് വരും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരും. P1 ഉം P2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ന്യൂ കോർഡിനേറ്റ് λ2 x2. അതായത് λ2 x2 എന്ന് പറയുന്നത് ഈ ബിയിൽ റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കോർഡിനേറ്റ്. λ2 x2 ഈക്വൽ ടു 1 മൈനസ് P2 0 1 ഇൻറ്റു λ2 പ്രൈം x2 പ്രൈം. ഓക്കെ, അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ ആ ലെൻസിന്റെ പുറത്തേക്ക് കഴിഞ്ഞിട്ടുള്ള കോർഡിനേറ്റ്സ് കിട്ടി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം. കമ്പൈൻ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്, 1 2 3. ഓക്കെ, 1 by 1 ആയിട്ട് അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തേർഡ് ഇക്വേഷൻ നോക്കിയാൽ λ2 പ്രൈം x2 പ്രൈം ആണ് RHS കിടക്കുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ടായിരിക്കും മുന്നത്തെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ കോർഡിനേറ്റും ഏറ്റവും ആദ്യത്തെ കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഏറ്റവും അവസാനത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ2 x2, ഏറ്റവും ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ λ1 x1. ഓക്കെ, സോ ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. സോ λ2 x2 ഈക്വൽ ടു ഒരു 3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു λ1 x1. 3 മെട്രിക്സ് എന്ന് പറയുന്നത് 2 ട്രാൻസ്ലേഷൻ മെട്രിക്സും രണ്ട് റിഫ്രാക്ഷൻ മെട്രിക്സും ഒരു ട്രാൻസ്ലേഷൻ മെട്രിക്സും. ഓക്കെ, സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. ഓരോരോ മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഈ 3 മെട്രിക്സിനെയും കൂടി എനിക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സിമ്പിൾ നിങ്ങൾക്കറിയാം, ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാം. അപ്പോൾ അത് 1 by 1 ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിസൾട്ട് ലൈക്ക് ദിസ്. ഓക്കെ, സോ λ2 x2 ഈക്വൽ ടു ഒരു വലിയ മെട്രിക്സ് തന്നിട്ടുണ്ട്, 1 മൈനസ് P2 d by n. അടുത്ത സ്ലൈഡ് നോക്കി അറിയാം. ദെൻ മൈനസ് P1 പ്ലസ് P2 മൈനസ് P1 P2 d by n 1 മൈനസ് P1 d by n ഇൻറ്റു λ1 x1. ഓക്കെ, ജസ്റ്റ് ആ 3 മെട്രിക്സ് കൂടി ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടി. ഓക്കെ, ഇത് വലിയ എക്സ്പ്രഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ അതിന് പകരം എന്ത് ചെയ്തു, ഞാൻ അതിന് വെറുതെ ABCD എന്ന് കൊടുത്തു. ഈ മെട്രിക്സിലുള്ള എലമെന്റ്സിന് ഞാൻ ABCD എന്ന് കൊടുത്തു. ഓക്കെ, ഒരു മൈനസ് സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫോർ കൺവീനിയൻസ്. തൽക്കാലം അതൊന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് λ2 x2 ഈക്വൽ ടു B മൈനസ് A മൈനസ് DC ഇൻറ്റു λ1 x1. സോ ദിസ് ഈസ് അവർ സിസ്റ്റം മെട്രിക്സ്. ഓക്കെ, അതിൽ ABCD എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. A ഈക്വൽ ടു P1 പ്ലസ് P2 മൈനസ് P1 P2 d by n. B എന്ന് പറയുന്നത് 1 മൈനസ് P2 d by n. C എന്ന് പറയുന്നത് 1 മൈനസ് P1 d by n. D ഈക്വൽ ടു മൈനസ് d by n. ഓക്കെ, ഈ എലമെന്റ്സിനെ നമ്മൾ വിളിക്കും ഗോസ് കോൺസ്റ്റൻസ് എന്ന് വിളിക്കും. സോ ദീസ് എലമെന്റ്സ് ആർ നോൺ ആസ് ഗോസ് കോൺസ്റ്റൻസ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ ഒരു ലെൻസ് എടുത്തു. ലെൻസിന്റെ തൊട്ട് മുന്നേ ഉള്ള കോർഡിനേറ്റ്സും മീൻസ് വരുന്നതിന് ആ ലെൻസിന് ഇൻസിഡന്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കോർഡിനേറ്റും ആ ലെൻസിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഉള്ള കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ബേസിക്കലി ഞാൻ 2 റിഫ്രാക്ഷനും ഒരു ട്രാൻസ്ലേഷനും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ മെട്രിക്സ് ആക്കി മാറ്റി. ദാറ്റ് ഈസ് കാൾഡ് എ സിസ്റ്റം മെട്രിക്സ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് പഴയ സിസ്റ്റത്തിലേക്ക് പോവാം. നമ്മൾ ഒരു 2 ലെൻസിന്റെ ടെലസ്കോപ്പിന്റെ കേസ് പറഞ്ഞു. 2 ലെൻസ്, അതിലൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഒരു ഐ പീസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അവിടെ നമ്മൾ എത്ര മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റീവ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഇൻസിഡന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബേസിക്കലി 2 ലെൻസിനും കൂടിയിട്ട് 4 റിഫ്രാക്ഷൻ ഉണ്ടായിരിക്കും ഓരോ സർഫസിലും. ഓക്കെ, ദെൻ ലെൻസിന്റെ ഇൻ ബിറ്റ്വീൻ ദ ലെൻസസ് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ലെൻസിന് ഉള്ളിലൂടെ 2 ട്രാൻസ്ലേഷൻ ഉണ്ട്. സോ ആകെ മൊത്തം 4 റിഫ്രാക്ഷനും 3 ട്രാൻസ്ലേഷനും. ഓക്കെ, സോ ഇഫ് യു ആർ going to find out the system matrix for a combination of lenses. ഓക്കെ, ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസിന് അതിൽ എത്രയൊക്കെ ട്രാൻസ്ലേഷൻ ഉണ്ട്, എത്രയൊക്കെ റിഫ്രാക്ഷൻ ഉണ്ട് നോക്കിയിട്ട് അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു സിംഗിൾ മെട്രിക്സ് ആക്കി മാറ്റാൻ പറ്റും. സോ ദാറ്റ് ഈസ് കാൾഡ് എ സിസ്റ്റം മെട്രിക്സ്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്തത്, നമ്മൾ സിസ്റ്റം മെട്രിക്സ് കണ്ടുപിടിച്ചത് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ സിസ്റ്റം മെട്രിക്സ് ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സിസ്റ്റം മെട്രിക്സ് ഫോർ എ ഡബിൾ കോൺവെക്സ് ലെൻസ്. ഓക്കെ,
ഇത് നമ്മളെല്ലാം ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെറിയ ക്ലാസ്സിലൊക്കെ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇഫ് യു കീപ്പ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യാം? ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് വിൽ ബി അറ്റ് ദ ഫോക്കസ്. ഇനി ഒബ്ജക്റ്റ് 2Fൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഓക്കെ, ഒബ്ജക്റ്റ് 2Fനും Fനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇനി ഒബ്ജക്റ്റ് Fൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഓക്കെ, ഇനി ഒബ്ജക്റ്റ് Fനും എന്താ പറയുക ലെൻസിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിൽ ഫോം ചെയ്യും, Fനും 2Fനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്നേ പറയുള്ളൂ, എക്സാക്ട് പൊസിഷൻ നമുക്കറിയില്ല. ഓക്കെ, സോ ഈ മെട്രിക്സ് മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒബ്ജക്റ്റ് ഇന്ന പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഇന്ന പൊസിഷനിൽ ഇരിക്കും. സോ ദാറ്റ് വി ക്യാൻ സേ ആൻഡ് ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ പറ്റും, എക്സാക്ട്ലി നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ യൂസ്ഫുൾനെസ് ഓഫ് ദിസ് മെട്രിക്സ് മെത്തേഡ്സ്. ഈ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് അതിനെല്ലാം സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി അതിൻ്റെ മാഗ്നിഫിക്കേഷനും അതിൻ്റെ പൊസിഷനും ഇമേജ് എവിടെ ഫോം ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubts? Okay, doubts ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ we will wind up today's class. Okay, നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി എടുക്കാം. സോ ടുമോറോ സെയിം ടൈം 10:30 നമ്മൾ അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, ബൈ.